സംസ്ഥാന വെയർഹൌസിംഗ് കോർപ്പറേഷന്റെ ചെന്നിത്തല കാരാഴ്മയിലുള്ള ഗോഡൌണിലെ ചുമട്ടുതൊഴിലാളികൾ ജോലിയിൽ നിസ്സഹകരണ സമരം നടത്തി. ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 45 തൊഴിലാളികൾക്ക് ശമ്പളം എല്ലാ മാസവും കൃത്യമായി ലഭിക്കുന്നതിനുള്ള ഉറപ്പ് വേണമെന്ന ആവശ്യവുമായി നടത്തിയ സമരം നടപടിയെടുക്കാമെന്ന ജില്ലാ സപ്ലൈ ഓഫീസറുടെ ഉറപ്പിനെ തുടർന്നാണ് അവസാനിപ്പിച്ചത്. സംസ്ഥാന വെയർഹൌസിംഗ് കോർപ്പറേഷന്റെ ചെന്നിത്തല കാരാഴ്മയിലുള്ള ഗോഡൌണിലെ ചുമട്ടുതൊഴിലാളികളാണ് ജോലിയിൽ നിസ്സഹകരണം പ്രകടിപ്പിച്ചുകൊണ്ട് സമരം നടത്തിയത്. കായംകുളത്തെ ഉപ ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 45 തൊഴിലാളികൾക്ക് ശമ്പളം എല്ലാ മാസവും കൃത്യമായി ലഭിക്കുന്നതിനുള്ള ഉറപ്പ് വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. അതേസമയം നടപടിയെടുക്കാമെന്ന ജില്ലാ സപ്ലൈ ഓഫീസറുടെ ഉറപ്പിനെ തുടർന്ന് സമരം അവസാനിപ്പിക്കുകയും ചെയ്തു. ഞങ്ങൾ ഈ ഗോഡൌണിലെ 5 യൂണിയനാണ് ഞങ്ങളുള്ളത്. 5 യൂണിയനിൽ 45ഓളം തൊഴിലാളികൾ ഞങ്ങളിവിടെ ജോലി ചെയ്യുന്നു. കാരണം കഴിഞ്ഞ 4 മാസമായി ഞങ്ങളുടെ ജോലി 20 ദിവസം അല്ലെങ്കിൽ 22 ദിവസം കൊണ്ട് ചെയ്യേണ്ട ജോലി കോൺട്രാക്ടറുടെ അവർക്ക് ഗവൺമെൻറ്റിൽ പൈസ കിട്ടിയില്ല എന്നുള്ള പേരിൽ 15-ാം തീയതിക്ക് ശേഷമാണ് ഞങ്ങൾക്ക് ജോലി തുടങ്ങാൻ സാധിക്കുന്നത്. ഈ 15-ാം തീയതിക്ക് ശേഷം ഞങ്ങളിവിടെ ജോലി ചെയ്യുമ്പോൾ 20 ദിവസം അല്ലെങ്കിൽ 22 ദിവസം കൊണ്ട് ചെയ്യേണ്ട ജോലി ഞങ്ങൾ 10 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 8 ദിവസം കൊണ്ട് ചെയ്ത് അമിതഭാരമാണ് ഞങ്ങൾ തൊഴിലാളികൾക്ക് ബാധ്യതയാകുന്നത്. ആ സാഹചര്യത്തിൽ ഞങ്ങൾ ജോലി ചെയ്യുമ്പോൾ ഈ കഴിഞ്ഞ മാസം ഞങ്ങൾക്ക് 5-ാം തീയതി വീഴുന്ന ശമ്പളം 18-ാം തീയതി ആയിട്ടും വീണിട്ടില്ല. ശമ്പളത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ബോർഡ് പറയുന്നത് ഞങ്ങൾക്ക് ബോർഡ് തരേണ്ടത് ബാധ്യത ക്ഷേമ ബോർഡിനാണുള്ളത്. ഈ ക്ഷേമ ബോർഡ് ഞങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ശമ്പളം തരുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അവരോട് ചോദിക്കുമ്പോൾ കോൺട്രാക്ടർമാർ ശമ്പളം തന്നാലേ ഞങ്ങൾക്ക് ശമ്പളം തരൂ എന്നുള്ളതാണ് പറയുന്നത്. ഞങ്ങൾ ജോലി കഴിഞ്ഞ് മാസാവസാനത്തിന് മുമ്പായിട്ട് 2 വട്ടമായിട്ട് വർക്ക് കാർഡ് എഴുതി ബോർഡിൽ സമർപ്പിക്കുന്നതാണ്. വർക്ക് കാർഡ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ 5-ാം തീയതിക്കുള്ളിൽ തന്നെ ഞങ്ങൾ ശമ്പളം വീഴണമെന്നുള്ളതാണ് ബോർഡ് ഞങ്ങളുമായിട്ടുള്ള ഒരു ധാരണ. പക്ഷേ ഈ മാസം 18-ാം തീയതിയായിട്ട് ഞങ്ങൾക്ക് ശമ്പളം വീണിട്ടില്ല. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴെല്ലാം കോൺട്രാക്ട് തരട്ടെ എന്നാണ് പറയുന്നത്. ഇതുണ്ടാവണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ഈ 45 തൊഴിലാളികൾ ഒറ്റക്കെട്ടായിട്ട് പറയുന്നത് ഞങ്ങൾ ജോലി ചെയ്യത്തില്ലെന്ന്. ഞങ്ങളിപ്പോഴും 3 ദിവസമായിട്ട് ഇവിടെ രാവിലെ മുതൽ ജോലി ചെയ്യാനാണ് വരുന്നത്. ഇന്ന് ഞങ്ങളിവിടെ തൊഴിലാളികൾ ജോലി ചെയ്യാനാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ ശമ്പളത്തെക്കുറിച്ചൊരു കൃത്യത വേണം. ഞങ്ങൾക്ക് എന്ന് ഞങ്ങളുടെ ശമ്പളം കിട്ടും എന്നുള്ളത് കൃത്യമായ ഒരു വിവരണം ഞങ്ങൾക്ക് തരണം. കാരണം കഴിഞ്ഞ മാസം ഞങ്ങൾക്ക് ഈ ശമ്പളം താമസിപ്പിച്ചപ്പോൾ ഒന്നിൽ ഞങ്ങളുടെ യൂണിയൻ നേതാക്കളെയോ ഞങ്ങളെ വിളിച്ച് പറയാം ഞങ്ങൾക്ക് ഇന്ന കാരണം കൊണ്ട് ഞങ്ങൾക്ക് ശമ്പളം താമസിക്കും എന്നൊരു വിവരണം ബോർഡിൽ നിന്നിൻ്റെ ഭാഗത്തു നിന്ന് ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിനൊക്കെ ഒരു ക്ലിയർ ഉണ്ടാവണം. ഞങ്ങളുടെ ഡിമാൻഡ് അതാണ്. അല്ലാതെ ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ ഈ ഗോഡൌണിലെ ഈ 45ഓളം തൊഴിലാളികളാരും മറ്റൊരു ജോലി ആശ്രയിച്ച് നിൽക്കുന്നവരല്ല. ഈ ജോലി മാത്രം. കാരണം ഞങ്ങൾക്ക് കുടുംബങ്ങളുണ്ട്. ഈ ജോലിയിൽ നിന്ന് പലരും ഇങ്ങനെ നിൽക്കുന്നത് പലരും രോഗികളായിട്ടുള്ളവരുണ്ട്, വീട്ടിൽ രോഗികളായിട്ടുള്ളവരുണ്ട്, വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട്, കുട്ടികളുള്ളവരുണ്ട്, കുട്ടികളിൽ തന്നെ അസുഖക്കാരുള്ളവരുണ്ട്. എല്ലാം ഈ ശമ്പളത്തിൽ നാമമാത്രമായ 10-15,000 രൂപ ഈ ശമ്പളത്തെ ആശ്രയിച്ച് മാത്രം ജോലി ചെയ്യുന്നവരാണ് ഞങ്ങൾ. അത് കൃത്യമായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളെല്ലാം വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. ഒരു മാസമായി ഇദ്ദേഹത്തിന് യാതൊരു ആനുകൂല്യങ്ങളും കോൺട്രാക്ടറിന്റെ ഭാഗത്തുനിന്ന് വിളിച്ചു ചോദിക്കലും ഉണ്ടായിട്ടില്ല. അതല്ല സാറിന് ഒരു 10-15 അട്ടിപ്പൊക്കത്തിൽ കൂടുതൽ വെക്കും. ഇത് 20 പൊക്കം വരെ ഞങ്ങൾ അട്ടി വെക്കുന്നു. 15 അട്ടിപ്പൊക്കം ഗോഡൌണിനകത്ത് ഞങ്ങൾ 20-ന് മേൽ അട്ടിപ്പൊക്കമാണ് വെക്കുന്നുണ്ട്. ഞങ്ങളിവിടെ കണ്ടിന്യൂ ആയിട്ട് നല്ല ജോലി, ഞങ്ങൾ രാത്രിയും പകലും ജോലി ചെയ്തിട്ടുണ്ട്. കോവിഡ് സമയത്തൊക്കെ നല്ല രീതിയിൽ ജോലി ചെയ്തിട്ടുണ്ട് 7 വർഷമായിട്ട്. ഇപ്പോഴും ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ കോൺട്രാക്റ്റ് പണി മുടക്കിയ അന്ന് മുതലാണ് ഈ ഇവിടെ വിഷയങ്ങൾ ഉണ്ടാകാനും പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്. ഞങ്ങളിപ്പോഴും ജോലി ചെയ്യാൻ തയ്യാറാണ്, എല്ലാവരും ജോലി ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ഈ ഞങ്ങൾക്കൊരു വ്യക്തത കിട്ടണം. ഞങ്ങളുടെ ശമ്പളം 5-ാം തീയതി അല്ലെങ്കിൽ 6-ാം തീയതി കിട്ടണം എന്നുള്ള ഒരു വ്യക്തത മാത്രം ഞങ്ങൾക്ക് മതി. അല്ല ഞങ്ങൾ വേറെ ഒന്നും പറയുന്നില്ല. ഞങ്ങൾ തൊഴിലാളികൾ സമരം നടത്തിയതോടെ റേഷൻ കടകളിലേക്കുള്ള വാതിൽപ്പടി വിതരണത്തിനായി എത്തിച്ച ചുവന്ന കുത്തരിയുടെ 2 ലോഡ് ഇറക്കാതെ ഇട്ട സാഹചര്യവും ഉണ്ടായി. CITU, INTUC, AITUC, BMS, HMS എന്നീ യൂണിയനുകൾ സമരത്തിൽ ഒറ്റക്കെട്ടായാണ് പങ്കെടുത്തത്. എല്ലാ മാസവും 5-ാം തീയതികളിൽ ഓരോരുത്തരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് കൂലി ക്ഷേമനിധി ബോർഡിൽ നിന്നും ഇട്ടുകൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ ഡിസംബർ മാസത്തേത് ജനുവരി 18-നാണ് ലഭിച്ചത്. ഇത്തരത്തിൽ വൈകി കൂലി ലഭിക്കുന്നത് തങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന് തൊഴിലാളികൾ പറയുന്നു. CDNet ന്യൂസ്, മാന്നാർ.